ക്നാനായ വിഭാഗത്തെ പറ്റി അഥവാ ചിങ്ങവനം കേന്ദ്രമായിട്ടുള്ള ക്നാനായ സമുദായത്തെ പറ്റി കഴിഞ്ഞ നാളുകളിൽ അവരെ പറ്റി പല ആരോപണങ്ങളും പലരും ഉന്നയിച്ചിരുന്നു. അവർക്ക് ഒരു ദേവലോക പ്രതിപത്തി ഉണ്ട്. വിശേഷിച്ച് ദേവലോകം കാതോലിക്ക ബാബ ചിങ്ങവനം ദേറ സന്ദർശിക്കുകയും അവിടെ നിന്ന് വിഭവസമൃദ്ധമായി വിരുന്ന് കഴിക്കുകയും കുശലാന്വേഷണം നടത്തുകയൊക്കെ ചെയ്യുന്ന വീഡിയോയും ചിത്രങ്ങളും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിച്ചപ്പോൾ നൽകിയ ന്യായീകരണം ചിങ്ങവനം വഴി പോയപ്പോൾ പരിശുദ്ധ കാതോലിക്ക ബാവയ്ക്ക് മൂത്രശങ്ക തോന്നുകയും അത് പരിഹരിക്കാൻ വേണ്ടി അങ്ങനെ ദേറാലൊന്ന് കയറുകയും ചെയ്തെന്നാണ് ഔദ്യോഗികമായ ഒരു വിശദീകരണം വന്ന്. അത് അങ്ങേറ്റം പരിഹാസ്യമായി തോന്നി. അപ്പം ദേവലോകം ബാവ യാത്ര ചെയ്യുന്ന വഴിക്കൊക്കെ മൂത്രപ്പര നിർമ്മിച്ച് അദ്ദേഹത്തിന്റെ കാര്യം സാധിപ്പിച്ചു കൊടുക്കുന്ന ആണോ ക്നാനായക്കാരുടെ പണി എന്ന് ഞാൻ അങ്ങ് ചോദിക്കുകയാണ്. വേറെ ആരും ചോദിച്ചാൽ ഇതെന്റെ ചോദ്യമാണ്. അപ്പം ഏതായാലും ദേവലോകം ബാബായെ പിടിപ്പിച്ചിരുത്തുന്ന ഒരു അതപ്പതിച്ച അവസ്ഥയിലേക്ക് ക്നായിത്തോമ്മയുടെ പിള്ളേര് അതപ്പതിച്ചല്ലോ എന്നോർക്കാണ്. എന്തെങ്കിലും ഒരു ഡീലുണ്ടെങ്കിൽ അതൊക്കെ തുറന്നു പറയാനുള്ള ആർജവത്വം കാണിക്കണം. അതേതായാലും സേവറൂസ് തിരുമേനിക്കില്ല ആ ആർജവത്വം എന്ന് തെളിയിച്ചിരിക്കുകയാണ്. മത്തായി ബാബയുമായിട്ട് ഞാൻ കുശലാന്വേഷണം അല്ലായിരുന്നു. പിന്നെ വേറെ ആളോ പരിമല തിരുമേനിയുടെ വടി കാണാൻ കയറുക എന്ന് പറഞ്ഞു. പിന്നെ പരിമല തിരുമേനിയുടെ ഒരു അംശവടി ചിങ്ങവന തിരിപ്പുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ മൂത്രശങ്ക ഉണ്ടായ മത്തായി ബാവ ചിങ്ങവനത്ത് ദേറായി കയറി എന്നുള്ളതാണ്. ചിങ്ങവനത്ത് നിന്ന് ദേവലോകത്തേക്ക് എത്ര ദൂരം എന്ന് പണ്ടൊരിക്കല് ഒരു ലൈവിൽ ഞാൻ ചോദിച്ചു. അന്ന് എന്നോട് ഈ കുറേ അധികം ആളുകൾ എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി ക്നാനായ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. പല അച്ചായന്മാരും എന്നെ വിളിച്ച് മോശമായി പോയി, അങ്ങനെ ഞങ്ങൾ ഒരിക്കലും ചെയ്യത്തില്ല പക്ഷേ മരിച്ചാലും ഞങ്ങൾ ഓർത്തഡോക്സുകാരുടെ കൂടത്തില്ല എന്നൊക്കെ എന്നെ വിളിച്ചു അഷ്വർ ചെയ്തു. കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു. ചിങ്ങവനത്ത് നിന്ന് ദേവലോകത്തേക്ക് നമുക്ക് ചിങ്ങവനത്തിൽ നിന്ന് കോട്ടയത്തോട്ട് 8 കിലോമീറ്ററാണ്. കോട്ടയത്ത് നിന്ന് കഞ്ഞിക്കുഴിക്ക് 4 കിലോമീറ്റർ ദേവലോകത്തേക്ക്. ദേവലോകം എന്നത് അവരുടെ ഒരു നിക്നെയിമാണ്. അപ്പം കഞ്ഞിക്കുഴിയാണ് 4 കിലോമീറ്റർ. 8 4 12 കിലോമീറ്റർ നേരെ പോയി കഴിഞ്ഞാൽ. അല്ല പിന്നെ നമുക്ക് ഈ പിന്നെയുള്ളത് ഷോർട്ട് കട്ടുകൾ പിടിക്കുകയാണ്. പരിപ്പ് മണിപ്പുഴ അങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ അതൊരു 10 കിലോമീറ്റർ. അല്ല പിന്നെ ഒരു എളുപ്പമാണ് കൊല്ലാടി ആടി വന്നു കഴിഞ്ഞാൽ 8 കിലോമീറ്റർ എത്താം. അപ്പൊ എളുപ്പമാണ്, വളരെ അടുപ്പമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അടുത്തടുത്താണ് ഈ ദേവലോകവും ചിങ്ങവനവും നിൽക്കുന്നത്. അത് കുറെ കൂടെ അടുപ്പിക്കാനാണ് ഇദ്ദേഹം ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പുതിയൊരു പ്രബോധനം നമുക്ക് ശ്രദ്ധിക്കാം. ഇത് കേട്ടിട്ട് ക്നാനായക്കാര്, എന്നോട് കയർക്കുന്ന ക്നാനായക്കാര്, എനിക്ക് പ്രബോധനം നൽകുന്ന ക്നാനായക്കാര്, അവർ ഇതിന് മറുപടി പറയണം. ഇദ്ദേഹം പറയുന്നത് ഇത് നമുക്ക് ലിസൺ ചെയ്യാം. നിങ്ങൾ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. നിങ്ങൾ അമ്മമാരായ ഞാൻ പറയുന്നത് സഹോദരിമാരായ ഈ പ്രാവശ്യം 2026 തന്നെ പല പള്ളികളിലും നമുക്ക് കഷ്ടാചാഴ്ചയിൽ ഉൾപ്പെടെ വൈദികര് പല പള്ളികളിലും ഉണ്ടായിരിക്കും എന്നറിയാൻ പാടില്ല. വൈദികരുടെ ഷോർട്ടയാണ് ക്നാനായ സഭയിൽ. ഇപ്പോൾ ഇതൊരു പുതിയ പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഈ വലിയ നോമ്പ് ആഴ്ച ഒക്കെ വരികയാണ്. പല പള്ളിയിലും വൈദികരില്ല, ഷോർട്ടയാണ്. സഭയുടെ ഒരു അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. ഈ വിഷയങ്ങളെല്ലാം അദ്ദേഹം സ്ത്രീകളോടാണ് ചർച്ച ചെയ്യുന്നത്. ഈ സേവറസ് മെത്രാച്ചന്റെ മാത്രം പ്രശ്നങ്ങളാണ്. സഭയുടെ എല്ലാ കൺസേൺസും എല്ലാ പ്രോബ്ലം പെണ്ണുങ്ങളെ വിളിച്ചാണ് പറയുന്നത്. പെണ്ണുങ്ങളെ വിളിച്ചു കൂട്ടുക, അവിടെയാണ് വിഷയം അവതരിപ്പിക്കുന്നത്. ആണുങ്ങളോട് ചർച്ചയില്ല, കൂടിയാലോചനയില്ല, പെണ്ണുങ്ങളോട് കൂടിയാലോചിക്കുക. ഇത് വളരെ നല്ലൊരു ഇതാണ്. ഈ ലോക സഭകളിൽ തന്നെ മാതൃകയാണ്. കാരണം സ്ത്രീകൾ വലിയ വിവേചനം നേരിടുന്നു, അടിച്ചമർത്തൽ നേരിടുന്നു. ഞാൻ തന്നെ ഈ നമ്മുടെ ലൈവിനകത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കണം, സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം, സ്ത്രീകളെ അങ്ങനെ ഒഴിവാക്കി നിർത്തരുത്. ഈ കാര്യത്തിൽ ഇദ്ദേഹത്തിന് ഈ ലോകസഭകളുടെ ഒരു കൗൺസിലിൽ പ്രത്യേകം ആദരിക്കേണ്ട ഒരു വിശിഷ്ട വ്യക്തിത്വമാണ്. ഇദ്ദേഹത്തോട് മറ്റു ചില വിയോജിപ്പുകൾ എനിക്കുണ്ട്. കാരണം ഈ സേവറസ് തിരുമേനി, കാരണം അദ്ദേഹം മറ്റു കാര്യങ്ങൾ നമ്മൾ വിമർശിക്കുന്നില്ല, ഈ കാര്യത്തിൽ ഉജ്ജ്വലമായ ഒരു മാതൃകയാണ്. പ്രത്യേകിച്ച് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ പോലും അദ്ദേഹം സ്ത്രീ സമാജം വിളിച്ചു കൂട്ടിയിട്ട് അവിടെയാണ് അവതരിപ്പിക്കുന്നത്. ആദ്യം അവതരിപ്പിക്കുകയും ചർച്ച ചെയ്യുകയും ഫീഡ്ബാക്ക് എടുക്കുക, എല്ലാം പെണ്ണുങ്ങൾ പറയുന്ന പോലെയാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നത്. ആ കാര്യത്തിന് നമ്മൾ അദ്ദേഹത്തെ സമ്മതിക്കണം. എല്ലാ സഭകളുടെയും നേതാക്കന്മാർക്ക് ഞാൻ ഓരോ ഇമെയിൽ അയക്കുന്നുണ്ട്, ഇത് ശ്രദ്ധയിൽപ്പെടുത്തണം. കാരണം ഇത് ചെറിയ കാര്യമല്ല, ഉദാത്തമായ ഉന്നതമായ അനുകരിക്കാൻ പറ്റുന്ന ഒരു മാതൃകയാണ്. കാരണം ഇപ്പോൾ സഭ ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ ആദ്യം പെണ്ണുങ്ങളെ വിളിച്ചു വിട്ടു, എന്നിട്ട് അവരോടാണ് ഇത് പറയുന്നത്. നല്ല കാര്യമാണ്, നമുക്ക് വാക്യങ്ങൾ കേൾക്കാം. ഞാൻ ഇതിനകത്ത് ഇദ്ദേഹത്തെ വിമർശിക്കും, പക്ഷെ ഈ കാര്യത്തിൽ വിമർശനമില്ല, ഈ കാര്യത്തിൽ അപ്രീസിയേഷനാണ്. മനസ്സിലായോ? പല സഭകളും സ്ത്രീകളെ തമസ്കരിക്കുമ്പോൾ ഇത് നല്ലൊരു ഇതാണ്. അപ്പൊ അവരുടെ ഈ ക്നാനായ കമ്മ്യൂണിറ്റി ഒരു പ്രതിസന്ധിയാണ്.
ആ പ്രതിസന്ധി പറയും. ഇത് ലൈവ് സ്ട്രീമാണ്, പബ്ലിക് ഡൊമൈനിലേക്ക് വന്നാണ് കേട്ടോ, നമ്മൾ ചോർത്തിയെടുത്തൊന്നുമല്ല, അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഇല്ല, അതുകൊണ്ടാണ് ഈ സമുദായം നിലനിർത്തി നമുക്ക് മുന്നോട്ട് പോകണം. ഏതെങ്കിലും മറ്റ് ശശികളെ സമുദായം ഇല്ലാതാക്കി, വൈദ്യുതിയില്ലാതാക്കി, കുദാശയില്ലാതാക്കി, സമുദായം ഇല്ലാതാകുന്നതിന് നിങ്ങളുടെ മെത്രാപ്പൊലീത്ത എന്നുള്ള നിലയിൽ എനിക്ക് സാധിക്കില്ല. എന്നെ മെത്രാനായി വാഴിച്ച് സമുദായം നിലനിർത്താനാണോ ഇല്ലാതാക്കാനാണോ പറഞ്ഞു. എന്തിനാ നിലനിർത്താനാണെങ്കിൽ ഒരു വലിയ പ്രശ്നങ്ങൾ മറ്റവാക്കൂടെ പറയുകയാണ്. വലിയ വെള്ളപ്പൊക്കം 2018 അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണ് വെള്ളപ്പൊക്കം വരുമ്പോൾ ആളുകൾ സാധാരണ മുകളിലോട്ട് കയറുന്നത് എന്തെന്നറിയാമോ? വലിയ 2 നിലയും 3 നിലയും കയറുകയാണ്. മരത്തേക്ക് പോയി വെള്ളത്തിൽ പോയാൽ വെള്ളത്തിൽ കൂടി എന്ത് ചെയ്യും? മരത്തേക്കാണെങ്കിലും കയറി രക്ഷ. അപ്പൊ മരത്തിൽ കയറുമ്പോൾ നിങ്ങൾക്കറിയാം പഴഞ്ചൊല്ലുണ്ട്, കീരി പാമ്പും പോലെ. കീരി പാമ്പും ഒരേ മരത്തിൽ കയറി അവിടെ കിടന്നവർ വടവാടാക്കുകയോ പല സാധാരണ രീതിയിലുണ്ടാക്കുമോ? ഇല്ല. മരത്തിൽ കയറി വെള്ളം അവിടെ വടവാടാക്കി ഒരാൾ പോയി എന്നാ സംഭവിക്കും? അതുകൊണ്ട് അവരും സ്നേഹം വലിയ വെള്ളപ്പൊക്കം അല്ലെ വലിയ പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് നമ്മളുടെ ശത്രുക്കളെന്ന് വിചാരിക്കപ്പെടുന്നവര് അവരുമായിട്ട് നമ്മൾ എങ്ങനെ വരണം പറഞ്ഞു? എങ്ങനെ വരണം? സ്നേഹത്തിൽ തൊട്ടുകൂടായ തീണ്ടിക്കൂടായുണ്ട് എന്ന് ചിന്തിച്ചവരുമായി നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? കൂടണം. കീരി പാമ്പ് വടക്കുണ്ടാക്കാൻ ഏതെങ്കിലും താഴെ വായിച്ചാൽ 2 പറഞ്ഞു. അതുകൊണ്ട് അവരെന്താ ചെയ്യും? സ്നേഹത്തിന് കഴിയും. അത് താഴെ കണ്ടു കഴിഞ്ഞാൽ വെള്ളം പറ്റി കഴിഞ്ഞാൽ വെള്ളം പറ്റി കഴിയാനാണോ? മുകളിലേക്ക് ഇവിടെ. അപ്പൊ പ്രതിസന്ധി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? കൂട്ടിക്കൂടാനൊക്കെ വിചാരിക്കുന്നവരുമായി നമ്മൾ എന്ത് ചെയ്യും? കൂട്ടി എന്തിനു വേണ്ടിയാ? വിശ്വാസികൾക്ക് വേണ്ടി, പള്ളി കൂട്ടപ്പെടാതിരിക്കാൻ ഏതറ്റത്തിലേയും നമ്മൾ പോകുമെന്ന് നിങ്ങളുടെ സ്നേഹത്തോടെ ലൈവ് സ്ട്രീമിൽ നിന്നുകൊണ്ട് ഞാൻ പറയുക. കാരണം എനിക്ക് എന്റെ ദൈവജനമാണ്. അതിലൊന്നുമില്ല. സ്ഥാപനങ്ങളല്ല, പണമല്ല, ദൈവം. എന്ത് ഒരു മഹാനുഭാവൻ, എന്തൊരു പുണ്യവാൻ, എന്തൊരു ശോഭ ആ മുഖത്ത്, എന്തൊരു തേജസ്! ഓ ദിവ്യ തേജസ്, എന്തൊരു തേജസ്! നിങ്ങൾക്ക് കഥ കേട്ടോ? ഒരു എക്കോ ഉണ്ട്. അത് ഈ ക്നാനായക്കാർക്ക് ലൈവ് സ്ട്രീം ചെയ്യാനൊന്നും അറിയത്തില്ല, അവിടെ ഇരിക്കുന്നവർക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ റിവേർബ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർ ചെയ്ത് ഇങ്ങനെ എക്കോ ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നെങ്കിൽ ഞാൻ ഒന്നുകൂടെ അദ്ദേഹം പറഞ്ഞത് ഒന്ന് പാരാഫ്രൈസ് ചെയ്ത് പറയാം. അദ്ദേഹം പറഞ്ഞത് വെള്ളപ്പൊക്കം വന്നു. അപ്പം 1-ാം നില കയറി, അവിടെ വെള്ളം കയറി. 2-ാം നില കയറി, അവിടെ വെള്ളം കയറി. പിന്നെ ടെറസെ കയറി, അവിടെ അങ്ങോട്ട് വെള്ളം വന്നു. പിന്നെ മരത്തെ കയറി. അപ്പൊ മരത്തെ കൂടെ ഇങ്ങനെ കയറി മരത്തിന്റെ മുകളിൽ പോയി. അപ്പൊ കയറി പോകുന്നത് ആരാണ്? ഒരു പാമ്പ് ജീവൻ രക്ഷിക്കാൻ വേണ്ടി കയറി പോവാണ്. കയറി മുകളിൽ ചെല്ലുമ്പം അവിടെ ഒരു കീരി ഇരിപ്പുണ്ട്. അപ്പൊ പാമ്പ് കീരിയെ കണ്ടു, കീരി പാമ്പിനെ കണ്ടു. ഇവര് ബദ്ധവൈരികളാണേലും മരത്തിന്റെ മുകളിൽ വെച്ച് ഫൈറ്റ് ചെയ്യത്തില്ല. കാരണം ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ടും താഴെ വെള്ളത്തിൽ പോകും. അപ്പൊ അതുകൊണ്ട് പരമ്പരാഗത ബദ്ധവൈരികളെന്ന് തോന്നുന്നെങ്കിലും എന്ത് ചെയ്യണം? നമ്മൾ ചങ്ങാത്തം കൂടണം. ഇതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, ഇവിടെ കീരി എന്ന് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് ദേവലോകത്തെ ബാവ തിരുമേനിയാണ്, മത്തായി ബാവയാണ്. പാമ്പ് ഇദ്ദേഹം തന്നെയാണ്. ഈ പുതുതായിട്ട് വരുന്ന വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ പാമ്പ് ഈ മരമഴി കയറി ചെല്ലുമ്പോൾ മുകളിൽ ഇരിക്കുന്ന കീരിയെ കണ്ട് കീരിയുമായിട്ട് ചങ്ങാത്തം കൂടുന്നു. ഇതാണ് അവതരിപ്പിക്കുന്നത്. ഈ ക്നാനായക്കാര് 1.5 കിലോ പോത്തിറച്ചിയും മാട്ടക്കള്ളും കുടിച്ച് നടക്കുന്ന ഇവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല. ഞാൻ നിങ്ങളെ ഡയറക്റ്റായിട്ട് പറയുകയാണ്, നിന്റെ ഒന്നും ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല. ഒരിക്കലും പോകത്തില്ല പാസ്റ്ററെ എന്ന് എന്നോട് പറഞ്ഞ അച്ചായനൊക്കെ എവിടെ പോയി? ഇതാണ്ട് നിങ്ങളുടെ മെത്രാൻ നിങ്ങളെ ദേവലോകത്തോട്ട് കൊണ്ടുപോകണു. ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇത് ദേവലോകത്തോട്ടാണ് വണ്ടി. എന്നാലും കുഴപ്പമില്ല. ഒരു പരീക്ഷണമുണ്ട്. ഈ പരീക്ഷണം എന്താന്ന് ചോദിച്ചാൽ, ഈ തവളെ പിടിച്ച് ചൂടുവെള്ളത്തിലോട്ടിടും. ചെറിയ ചൂടുള്ള വെള്ളത്തിലോട്ട് ഈ തവളയിട്ട് അന്നേരം തവള ചാടിപ്പോകും.
ഈ കലത്തിനകത്ത് ചെറിയ ചൂടുവെള്ളത്തിലോട്ട് തവള ഇട്ടാൽ മതി, തവള നിൽക്കത്തില്ല. ഒറ്റ കുതിപ്പ്, ഒറ്റ ചാട്ടമാണ്, ഒരു സ്പ്ലാഷ് ഉണ്ടാക്കിക്കൊണ്ട് തവള എന്ന് ചാടിപ്പോ. വേറൊരു പരീക്ഷണം നടത്തി, ഒരു ചെമ്പ് കലത്തിനകത്ത് തണുത്ത വെള്ളത്തിൽ തവള ഇട്ടിരിക്കുക, തവള സുഖമായിട്ട് എടുക്കുക. ഈ ചെമ്പ് കലം അടുപ്പ വെച്ചിട്ട് ചെറുതായിട്ട് തീ കൊടുക്കുകയാണ്. ഗ്രാജുവലി ഈ ചെമ്പ് കലം ചൂടാകുകയാണ്, വെള്ളം ചൂടാകുകയാണ്, തവളയ്ക്ക് പ്രശ്നമില്ല. അപ്പോ ഗവേഷകരെ അമ്പരിപ്പിച്ചുകൊണ്ട് ആദ്യം തവള എടുത്ത് ചാടിപ്പോയ വെള്ളത്തിന്റെ ആ ടെമ്പറേച്ചറൊക്കെ കഴിഞ്ഞു. ആ ടെമ്പറേച്ചറായിട്ടും തവള ചാടുന്നില്ല. ചൂട് പിന്നെയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ക്രമേണ കൂടി അവസാനം വെള്ളം തിളയ്ക്കുന്ന ഘട്ടം എത്തുമ്പോഴും തവള ചാടുന്നില്ല. തവള സുഖം പിടിച്ചിരിക്കുകയാണ്. വെള്ളം തിളച്ച് തവള ചത്തുപോയി. ഇത് പലതവണ ആവർത്തിച്ചു ഈ പരീക്ഷണം. ഒരു ഘട്ടത്തിൽ പോലും, ഒരു തവണ പോലും തവള ചാടിയില്ല, ചാടാനുള്ള ഒരു ശ്രമം നടത്തിയില്ല. ഇത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ചൂടുവെള്ളത്തിൽ ഇട്ടാൽ തവള ചാടും, തണുത്ത വെള്ളത്തിൽ കിടക്കുന്ന തവളയുടെ അടിയിൽ നിന്ന് തീ കൊടുത്താൽ തവള ചാടത്തില്ല. ഇപ്പൊ ഈ റോയ് മെത്രാച്ചൻ അടിയിൽ നിന്ന് തീ കൊടുത്തിരിക്കുകയാണ്, ക്നാനായക്കാരെ പുഴുങ്ങിയെടുക്കുകയാണ്. മനസ്സിലായോ? അപ്പോ മരത്തിന്റെ മുകളിൽ കീരിമത്തായി ഇരിപ്പുണ്ട്. കീരിമത്തായുടെ അടുത്തേക്ക് പാമ്പ് റോയി ക്നാനായക്കാരുമായിട്ട് കയറിപ്പോവാണ്. ഇതാണ് അവസ്ഥ. ഇതാണ് ഈ പ്രസംഗത്തിന്റെ അർത്ഥം. ഇത് നിങ്ങൾക്ക് മനസ്സിലായി വരുമ്പോഴേക്കും സമയം വൈകിപ്പോവും. ക്നാനായക്കാർക്ക് ഇത് മനസ്സിലായി വരുമ്പോഴേക്ക് സമയം വൈകിപ്പോവും. അപ്പൊ നിങ്ങൾ തനിക്കെന്താടോ, ഞങ്ങൾ എവിടെയെങ്കിലും, അത്രേ ഉള്ളൂ, ഇത്രേ ഞാൻ പറഞ്ഞുള്ളൂ. കാരണം ഇപ്പൊ ലോക്കൽ സഭകൾക്ക് സർക്കാർ അംഗീകാരം നൽകിയ ദിവസമാണ്. അതുകൊണ്ട് സന്തോഷിപ്പീൻ, അറുമാദിപ്പീൻ. നമുക്ക് ചിങ്ങവനത്ത് സിംഹാസനമാക്കാം, ഒരു പ്രശ്നമില്ല. പിണറായി സഖാവ് അത് അംഗീകരിച്ചിട്ടുണ്ട്. കുമ്പനാട്ടൊരു സിംഹാസനമുണ്ട്, മുളക്കുഴ സിംഹാസനമുണ്ട്, പാക്കിൽ സിംഹാസനമുണ്ട്, കരിയംപ്ലാവ് സിംഹാസനമുണ്ട്, പുനലൂർ സിംഹാസനമുണ്ട്, കോട്ടയത്ത് തങ്കൂരിന്റെ സിംഹാസനമായി. അങ്ങനെ ഇതെല്ലാം സിംഹാസനങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പോ ചിങ്ങവനത്തും ഒരു സിംഹാസനം ആകാം. ദേവലോകത്ത് സിംഹാസനം പണ്ടേ ഉണ്ട്, അത് അംഗീകാരം ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പൊ സർക്കാർ ഇതിനെല്ലാം അംഗീകരിക്കുകയാണ്. നിങ്ങൾ ക്നാനായക്കാരൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഇനി ഈ തരത്തിലുള്ള പേരുകളും നാമങ്ങളും സ്ഥാനങ്ങളും ഒന്നും വെക്കണ്ട. കൈലിമുണ്ട് മടക്കി കുത്തി കുർബാന അർപ്പിക്കാം. പെന്തക്കോസിലൊക്കെ അങ്ങനെയാ, മുണ്ട് മടക്കി കുത്തി ബണ്ണും വെള്ളവും കൊടുക്കും. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ഗതികെട്ട് വീണിരിക്കുന്നു എന്നുള്ളത് പ്രബോധിപ്പിക്കുക, അല്ലെങ്കിൽ ആ സന്തോഷം പങ്കുവെക്കുകയാണ്. നല്ല കാര്യമാണ്. കാരണം നാട്യങ്ങൾക്ക് അധികം ആയുസില്ല. നാടകങ്ങൾ അവസാനിക്കണം.